ഹായ് ഓൾ, ഡോക്ടർ നിയാസാണ് ഫ്രം ഡോപ്പ. കഴിഞ്ഞ ഡി ടോക്ക് നടക്കുന്ന സമയത്തും യൂട്യൂബ് ലൈവിൻ്റെ സമയത്തും ഒക്കെ പിള്ളേർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറിച്ചാണ് ഡോക്ടർ നിയാസിൻ്റെ സാറിൻ്റെ നീറ്റ് സ്റ്റോറിനെ കുറിച്ച് സംസാരിക്കുക എന്നിട്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്നത് ഡീറ്റെയിൽ സംസാരിച്ചില്ല. പക്ഷേ ഈ സമയത്ത് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പെർട്ടിക്കുലർലി യൂസ് ആവുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു സ്റ്റോറി പ്ലോട്ട് നമുക്ക് ഈ സമയത്ത് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറിയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് അതിനെക്കുറിച്ച് വളരെ ചുരുക്കി സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ചാൻസിൽ നീറ്റ് എഴുതുന്ന സമയത്ത്, പ്ലസ് ടുൻ്റെ കൂടെ നീറ്റ് എഴുതുന്ന സമയത്ത് വളരെ ഹോപ്പ്ഫുള്ളായിട്ട് പ്രത്യേക കോച്ചിങ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ NCERT എടുത്ത് വായിച്ച് നമുക്ക് അന്നൊരു എന്താ പറയുക 1050 റാങ്ക് ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ആക്ച്വലി ഈ സമയത്ത് നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ റാങ്ക് കിട്ടുന്ന ഒരു റാങ്ക് ആണെങ്കിൽ പോലും അന്ന് മെഡിക്കൽ കോളേജിൻ്റെ എണ്ണം, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് ഒരു പ്രൈവറ്റിൽ ഗവൺമെൻറ് MBBS സീറ്റ്, ഗവൺമെൻറ് MBBS സീറ്റ് എന്നാണെന്ന് പറയാം, ആ സീറ്റ് എനിക്ക് കിട്ടിയിരുന്നു. സ്റ്റിൽ കാലിക്കറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനൊരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാനിരുന്നു. ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഈവൺ കഴിഞ്ഞ വർഷം എനിക്കൊരു 3-4 ക്വസ്റ്റ്യൻ ആണ് മിസ്സായതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് പറയാം. ആ ഓവർ കോൺഫിഡൻസ് കാണിച്ച് അവസാനം വരെ അത്ര പഠിക്കാണ്ടിരുന്നു എന്നുള്ളതാണ്. പഠിക്കാണ്ടിരുന്ന സമയത്ത് എനിക്ക് മാർക്ക് ഡിപ്പായി, വല്ലാണ്ട് ഡിപ്പ് വന്നു. കൂടെ പഠിച്ചിരുന്ന ആളുകൾക്കൊക്കെ വളരെ മുന്നിലെത്തി മാർക്ക്. ഈ സമയം ഞാൻ റിയലൈസ് ചെയ്തെത്തുന്നത് ലാസ്റ്റ് 1 മന്തിലാണ്. അതിൽ 3 വീക്സ് സമയത്തെത്തുമ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന രൂപത്തിലേക്ക് എൻ്റെ മുന്നിലേക്ക് ആ സത്യം മുന്നിലെത്തുന്നത്. ഞാൻ വളരെ ബാക്കായി പോകാനുള്ള ചാൻസ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഈ അവസാനത്തെ 2 വീക്സ് വളരെ നന്നായി യൂട്ടിലൈസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത് കാലിക്കറ്റ് സീറ്റ് കിട്ടിയതെന്നുള്ളതാണ്. ആ സമയത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ട് വേറൊരു കാര്യത്തിലേക്കും തിരിയാണ്ട് രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ക്ഷീണിക്കുന്നത് വരെ ക്ഷീണിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ടോ ആ ടൈം നോക്കിയിട്ടുമല്ല, പഠിച്ചങ്ങ് ക്ഷീണിച്ച് ഉറങ്ങുന്നത് വരെ അധ്വാനിച്ച് ആ സമയത്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം അത്ര നന്നായി ചെയ്ത് ഒരു വർഷം അത്ര പഠിക്കാണ്ട് കൊളാക്കിയല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം വളരെ നന്നായിട്ട് അവസാന സമയത്ത് യൂട്ടിലൈസ് ചെയ്തു. മനസ്സിലാക്കേണ്ടത് ഈ അവസാന സമയം ഇത്ര നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മുടെ റാങ്ക് വളരെ മുന്നെത്താൻ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈവണ്ടോ നിങ്ങൾക്ക് ചില പ്രത്യേക അസുഖം കാരണം കൊണ്ടോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം കൊണ്ടോ നിങ്ങൾ ഉഴപ്പി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലാണെങ്കിൽ വളരെ റീബൗണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ഭുതകരമായ ഡേയ്സാണ് നമ്മൾ മുന്നിലുള്ളത്. അത് നമുക്ക് ആവശ്യമില്ലാണ്ട് ചില യൂട്യൂബ് ചാനലുകളിലോ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോ നമ്മൾ തട്ടി നിൽക്കാണ്ട് പെർട്ടിക്കുലർലി നമ്മൾ എഴുതിയിരിക്കുന്ന നോട്ട്, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്ന എത്ര കാലം നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ആ ക്വസ്റ്റ്യനിലൂടെ കടന്നുപോയി ഒരു മൾട്ടിപ്പിൾ റിവിഷൻ ലുക്ക് നമുക്ക് അതിലൂടെ ഈ സമയത്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് എന്നെങ്കിൽ വളരെ നല്ലൊരു റാങ്കിലേക്ക് നമുക്ക് ഡെഫിനറ്റ്ലി എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അത്ഭുതങ്ങൾ ഒരു കാണിക്കണം എന്നല്ല, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ മാജിക്കായി കാണിക്കും എന്നല്ല പറയുന്നത്. അതൊക്കെ കഠിനാധ്വാനം കൊണ്ട് മാത്രം വരുന്ന കാര്യങ്ങളാണ്. ഇത്ര കാലം അധ്വാനിച്ച് വെച്ചത് നല്ല വെല്ലായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഈ സമയത്ത് നിങ്ങൾ എല്ലാ പവറും പുറത്തെടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. അത് അങ്ങനെ തിരിച്ചു വരവ് എൻ്റെ ഒരു ജേർണിയിൽ തന്നെ എനിക്ക് എക്സാമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നതുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ഈ സമയം എല്ലാ എനർജി എടുത്ത് പുറത്തെടുത്ത് പഠിക്കുക. അത് നിങ്ങളെ ഈ ഒരു റാങ്ക് റിസൾട്ടിലേക്ക് നല്ലൊരു ഭൂമിയിലേക്ക് മുന്നോട്ടെത്താൻ സഹായിക്കും. ഇത്ര ദിവസം നിങ്ങൾ ബാക്കിലാണോ മുന്നിലാണോ അവറേജ് ആണോ എന്നൊന്നും നിങ്ങൾ നോക്കൂല. കുറേ ആളുകൾ നിങ്ങൾ ഓവർടേക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ മുന്നിലാണ് എന്ന് വിചാരിക്കുന്ന കുറച്ച് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സ്ലോ ഡൗൺ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതേ പേസിൽ പോയാൽ തന്നെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ബൂമിങ്ങിൽ ഈ സമയത്ത് പഠിക്കുക. വളരെ മുന്നിലെത്താൻ വളരെ നന്നായി സഹായിക്കും. കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഇത്ര കാലം ചെയ്ത വർക്കിൽ മാത്രമാണ്. സൂപ്പർമാൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്കോ ഒരു ബുക്കോ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് കഴിഞ്ഞാൽ അത്ഭുതം കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അതൊരിക്കലും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പഠനമല്ല. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള NCERT നോട്ട് ഉപയോഗിച്ചുള്ള പഠനമാണ് ഈ സമയത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തേക്ക് മുൻപിൽ വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഓവർ ദ ബെസ്റ്റ്.